അപ്പോൾ ഡോക്ടർ ഈ സ്പോണ്ടിലൈറ്റിസ് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതുകൂടാതെ നമ്മൾ എന്തൊക്കെയായിരിക്കണം മരുന്ന് അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളും ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ? സ്പോണ്ടിലൈറ്റിസിന് നമ്മൾ ചികിത്സിക്കണം എന്നുള്ളതാണ്. അത് പ്രാരംഭത്തിൽ തന്നെ ചികിത്സിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് വരുന്നത് ഞാൻ തുടക്കത്തിലേ പറയാം, നമ്മുടെ അടുത്ത് വരുന്നത് 90% പേഷ്യൻറ്റും 90 അല്ല 95% മുകളിലുള്ള പേഷ്യൻറ്റും എല്ലാ ചികിത്സയും കഴിഞ്ഞ് അവസാന സ്റ്റേജിലാണ് വരുന്നത്. അതെ, അവസാന സ്റ്റേജിലാണ് ആളുകൾ നമ്മളെ തേടി വരുന്നത്. ആദ്യം ഉടനെ ഒരു ഓർത്തോയെ കാണിക്കും, അവർ പറയും ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയും. അത് ഫിസിയോതെറാപ്പി പോയിട്ട് അവർ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യും. പിന്നെ ഓർത്തോയിൽ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആയുർവേദത്തിലെ ആളുകൾ പോകും, ഹോമിയോയിൽ പോയി വരുന്ന ആളുകളുമുണ്ട്. അതിന് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളടുക്കലേക്ക് ആളുകൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാരംഭത്തിൽ തന്നെ ചികിത്സിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ, സിങ്കിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ വൈറ്റമിൻ D3 കുറവുണ്ടോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കും. അപ്പോൾ അത് പരിഹരിച്ചു കൊടുത്താൽ തന്നെ ഒരു പക്ഷേ സ്പോണ്ടിലൈറ്റിസ് പരിഹരിക്കപ്പെടും. അങ്ങനെയും പ്രശ്നമൊന്നുമില്ലാത്ത ആളുകൾക്കാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഒരു 3-4 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ അവർക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ആളുകളാണ് നമ്മളെ തേടി വരുന്നത്. ആ തേടി വരുന്ന ആളുകൾക്ക് 4 ദിവസം കഴിയുമ്പോൾ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ അവർ ജീവിതശൈലി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇനി ജീവിതത്തിൽ തിരിച്ചു വരാത്ത വണ്ണം നമുക്കത് പരിഹരിക്കാൻ പറ്റും. ഓക്കെ.